ഗൈസ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാവേ. അപ്പോൾ എന്താണ് നമുക്ക് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കും തോറും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതും അടുപ്പിച്ചടിപ്പിച്ചായിരിക്കുമല്ലോ അവേ. ഇപ്രാവശ്യം ഫസ്റ്റ് മുതൽ അതെ ശരിയാണ്, ഫസ്റ്റ് മുതൽ കുറച്ച് അടുപ്പിച്ച് തന്നെയാണ്, കാരണം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് അടുക്കുന്നതോറും പിന്നെ ടെൻഷനും കൂടിക്കൊണ്ടിരിക്കുക, കാരണം നമ്മൾ കുറച്ച് ലോങ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെയിൻ എന്തെങ്കിലും വന്നാൽ അങ്ങനത്തെ കുറേ ചിന്തിച്ചിട്ടില്ലവേ. അതുമാത്രമല്ല ഇപ്രാവശ്യം ഇടയിലില്ലവേ, ഇടയിൽ വാവച്ചിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അതായത് വാവച്ചി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്താണ് ഞാൻ ഡോക്ടർക്ക് മറ്റേ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, അതായത് ഒരു 1 വീക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നമുക്ക് പെട്ടെന്നാവേണ്ട, കുറച്ചുകൂടെ ഒന്ന് മെല്ലെ തള്ളിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അവർ. അപ്പം അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ അതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് ചെക്കപ്പിന് പോണത്. ഇനി അവിടെ പോയിട്ട് ഇനിയിപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് എന്താ പറയാന്നറിയില്ല അല്ലേ അവയെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അതായത് ഇനി സമയമാവുന്ന ടൈമിൽ ഇപ്പോൾ വാട്ടർ ലീക്ക് ആണെങ്കിലും ബ്ലീഡിങ് ആയാലും എന്തെങ്കിലും വന്നെങ്കിലും നമുക്ക് ടെൻഷൻ പെട്ടെന്ന് കൂടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട്, അതായത് ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ സ്റ്റേ ചെയ്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ട് ബ്ലീഡിങ് ഡയറക്റ്റ് പെട്ടെന്ന് ബ്ലീഡിങ് വന്നുകൊണ്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് എടുക്കുന്തോറും എനിക്ക് അതാണ് ടെൻഷൻ. കാരണം ഡേറ്റിന് മുമ്പ് എന്തെങ്കിലും പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഡേറ്റ് കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഷിഫ്റ്റ് ചെയ്ത് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാമല്ലോ. വാവിച്ച് എന്തെങ്കിലും പെയിൻ വന്നാ ചോദിച്ചാൽ ഇല്ല അതെനിക്ക് ഇൻഫെക്ഷൻ എന്ന് പറയും. സംഭവം വാവിച്ചിക്ക് പെയിൻ വന്ന് തുടങ്ങിയെന്ന് വാവിച്ചിക്ക് അറിയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം മൂത്രത്തിൽ പഴുപ്പ് കുറച്ച് അറിയുന്നില്ല. അല്ല പക്ഷെ എന്നാലും അത് എല്ലാരും പറയുന്നു, വായിച്ചും പറഞ്ഞു കേട്ടിങ്ങനെ ആ വേദന മറക്കുന്നല്ലോ. എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ നമുക്കതൊരു സ്റ്റോറി പോലെ ഓർക്കുകയാണെങ്കിൽ ഓക്കെ, സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓർക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് വേദന ആയതുകൊണ്ട് ഫീൽ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഗൈസ് എന്തായാലും ഇതാ നമുക്ക് എന്തായാലും ഇനി ഇറങ്ങിയിട്ട് 11 നമുക്ക് 2 ഡോക്ടർമാരെ കാണല്ലോ. 11 മണിക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ഡോക്ടർ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഡോക്ടറിനെ കണ്ടത്. അപ്പൊ എന്തായാലും 11 മണിക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വൈകിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം എന്തായാലും കറക്റ്റ് നേരത്തെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡോക്ടറിനെ കുറച്ച് പോസ്റ്റ് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേണം വെച്ചിട്ടല്ല, ട്രാഫിക് കാര്യങ്ങൾ ഇവിടെ നിന്ന് അവിടെ എത്തണ്ട, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാണ്. പക്ഷെ ഇപ്രാവശ്യം അത് ഒന്നുമില്ല, ഈ ഹോസ്പിറ്റലിൽ പോണതിന്റെ തലേദിവസം ഇന്നലെ എത്ര 3:30 4 മണി എന്താ കേസ് ഉറങ്ങുമ്പോ. ഏത് വേണമെങ്കിലും എടുത്തോ, ഇതെടുത്തോ. മണത്ത് അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങട്ടെ. ചിങ്കുടു എണീറ്റു. ഇത് ബോക്സിലല്ലേ? അതെ, കുട്ടികളെ തന്നെ, പക്ഷെ ചിങ്കുടുവിന്റെ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഷെൽഫിലൊന്നും കയറ്റി വെക്കാൻ പറ്റില്ല, ഫുള്ളായി കിടക്കണം. അതെ. പിന്നെ ചിങ്കുടൊന്ന് നേരത്തെ എണീച്ചു, അതായത് ആവശ്യം ഇവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെല്ലെ ആള് എണീറ്റു. അപ്പൊ എണീച്ച് നേരെ ആൾക്കൊന്ന് കണ്ണൊക്കെ എഴുതി കൊടുത്ത് സെറ്റാക്കിയപ്പോ ഒന്ന് ആളൊന്ന് ഫ്രഷ് ആയി, ലിപ്സ്റ്റിക് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിനല്ലേ മേക്കപ്പ് എന്നല്ലേ പറയാ. അപ്പൊ അത് ചിങ്ങുട് കണ്ട് എണിച്ചപ്പോൾ ചിങ്ങുട് പിന്നെ അങ്ങനെ എണിച്ച് ചിങ്ങുടിനും കണ്ണൊക്കെ എഴുതി കൊടുത്ത് പിന്നെ അമ്മൻ്റെ കൊടുത്തിട്ട് ഇരിക്കേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങുക, പിന്നെ ഇറങ്ങി പോണ സമയത്ത് ഫുഡ് എന്തായാലും കഴിക്കാൻ. നേരത്തെ ആയതൊന്നും ഫുഡും ഞാനൊന്നും വെക്കില്ല. അതെ, അവിടെ പോയിട്ട് എന്താ അപ്പം എന്തായാലും ഫസ്റ്റ് പോവാലോ. അവേ ഞാനത് ആ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ലോ. അവേ ഇതാണ്ട് ചിങ്ങുടൊന്ന് കണ്ണൊക്കെ എഴുതി. പിന്നെ നമ്മുടെ കൂടെ ഒന്ന് ഒരു സാമി ഉണ്ട്, ഇതാ അമ്മൂമ്മ മാലിട്ടിരിക്കുക. ലോട്ടറി എടുക്കാൻ പോയത് അമ്മൂമ്മ മാലിട്ടിരിക്കുകയാണ്. ഇഡ്ഡലി അതാ അമ്മയ്ക്കും വാച്ചിക്ക് ഇഡ്ഡലി ഇട്ടാ, ചിങ്ങുവിനും ഇഡ്ഡലി, എനിക്ക് ഒരു ദോശ. ഗൈസ് അമ്മൂമ്മ പോയി. എവിടെ കണ്ട ഇവിടെ ഒരാൾ കാണിക്കുന്നുണ്ട, എവിടെയെങ്കിലും കേറി ഇതാണ് പരിപാടി. അവിടെ എന്ത് കിട്ടുന്നു അത് മേടിച്ചു കൊടുക്കുക. എന്ത് പറഞ്ഞു പറയണേ? അതൊന്നും അല്ല പറഞ്ഞു. ഞാൻ ഇതുണ്ട് വാവച്ചിയാണ് ചിങ്കുടൂന്
എന്താണ് ഈ മുട്ടായി കൊടുത്ത് കേറി എപ്പോഴെങ്കിലും ഉള്ളൂ അമ്മ ഡെയിലി. ആ കിട്ടിയില്ലേ? അപ്പൊ ഇത് മേടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞു, മേടിച്ചു കൊടുക്കുന്നത് മേടിച്ചു കൊടുക്കണ്ട പറഞ്ഞു, കാറിലാക്കി കാണിച്ചു തരാ പറഞ്ഞില്ലേ. ഓ കാറിലാക്കിയില്ല, എവിടെയെങ്കിലും ആക്കിയാ ഓ വലിയ ക്ലീനിങ്ങിന്റെ ആള്. ഇന്നലെ വണ്ടി കഴുകി ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് കൊണ്ട് ഇവിടെ ആയില്ല തോന്നുന്നു എനിക്ക്. അതായത് അന്ന് പഞ്ഞി മുട്ടായി മേടിച്ചു കൊടുത്തിട്ട് അപ്പൊ അന്ന് ഇതുപോലെ മേടിച്ച സമയത്ത് എന്താണ് ഫുള്ള് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരാള് വരുന്നതാ എന്ത് സംഭവം, പോയാളാ തിരിച്ചു വരുന്നത് എന്താണോ പോവില്ലേ? എന്താ തിരിച്ചു വരുന്നോട് എവിടേക്കാണ്? അമ്പലത്തിൽ പോവാണ്. അപ്പൊ എന്തായാലും ഇതാ അമ്മൂമ്മ ഞങ്ങളിവിടെ നിന്ന് പോകാണ്ടായപ്പോ ഞാൻ എല്ലാം ഇങ്ങോട്ട് വന്നാണ്. എന്താ ഇവര് പോവാത്തത്? അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങാം ഗൈസ്. ഇനിയിപ്പോൾ നേരെ കോയമ്പത്തൂർ. ഗൈസ് ഞങ്ങളിവിടെ കോയമ്പത്തൂർ എത്തി. 11 മണിക്ക് വന്നിട്ട് 11:05, 6 റേഞ്ചിൽ ഇവിടെ എത്തിയിട്ടാ. അതായത് ഇടയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ഓരോ ടൈമിൽ വരുമ്പോൾ ഓരോ റോഡ് പണി നടക്കുന്നുണ്ട്, ഓരോരോ ഭാഗത്ത് കൂടെ വിടുന്നത്. അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്കിപ്പായി. അപ്പോൾ ആഴ്ച അമ്മി വരുന്ന വഴി രണ്ടാളും കുറച്ച് ഉറങ്ങി അല്ലേ? ചിങ്ങട് പിന്നെ ഇപ്പോഴും ഉറക്കമാണ്. ഉറക്കത്തിൽ എന്താണെന്നറിയില്ല, ഇന്ന് ഒരേ കാര്യത്തിൽ എന്തോ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ സ്വപ്നം കാണാതിരിക്കും, എന്താണെന്നറിയില്ല. ഇല്ല ഉറക്കമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കെന്തോ കുറച്ചെങ്കിൽ ഉറങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഓടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടിപ്പോൾ എങ്ങനെയും പോകണമെന്ന് പറഞ്ഞാൽ തലേ ദിവസം നല്ല ഉറങ്ങും. പ്ലെയിൻ എന്തൊക്കെയോ പോകണോ, അടുത്ത എയർപോർട്ട് പോകുന്നല്ലോ എത്തിയിരിക്കുക. അപ്പോൾ 11 മണിക്ക് ഡോക്ടർ വരിക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഡോക്ടർ വരും. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ വെയിറ്റ് ചെയ്തല്ലേ അല്ലേ? പക്ഷെ നമുക്ക് കുറച്ച് നിൽക്കാവുണ്ടായിരിക്കും. അപ്പോൾ പൈസ എന്തായാലും ഉള്ളിൽ പോവാം ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഓപ്പിങ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് മുമ്പ് 4 പേരുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് 11 മണിക്ക് എല്ലാവരുടെ അടുത്ത് ടൈം പറയും, ഡോക്ടർ വരും, പടപടാന്ന് നോക്കും. അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ ചിങ്ങൂർ ഇതുവരെയായിട്ട് എണിച്ചില്ല, കയ്യിൽ തന്നെ കിടന്ന് ഉറക്കമാണ്. അപ്പോൾ അവിടെ ഓപ്പിങ് കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചിൻ്റെ BP അതുപോലെ തന്നെ വെയിറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്നാൽ നോക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും വിളിക്കട്ടെ. അപ്പോൾ ഇത് കാണിച്ചിട്ട് വേണം നമുക്കിനി അടുത്തത് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചു കേട്ടാ. നമ്മളെ പിന്നെയും ടെൻഷനാക്കിക്കൊണ്ട് അതെ വേറൊന്നുമല്ല, കുട്ടി പിന്നെയും മേലോട്ട് തന്നെ വന്നോന്നൊരു ഡൗട്ട്. കുറച്ച് സൗണ്ടി പറയട്ടാ. അതായത് ബ്രീച്ച് പൊസിഷനിൽ വന്നോന്ന് ഡോക്ടർക്ക് ഒരു ഡൗട്ടിലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഫിക്സ് ആയി എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും പിന്നെയും മേലോട്ട് തന്നെ വന്നു എന്നാ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്. അതായത് ചെറിയൊരു കൺഫ്യൂഷൻ. പിന്നെ ഒരുപാട് താഴത്തിറങ്ങിയാലും അറിയില്ല എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നെ സ്കാനിങ് എടുത്ത് നോക്കാന്ന് പറഞ്ഞല്ലോ. പുറത്ത് പോകണ്ട, വെയിറ്റ് ചെയ്യാം, മെഷീനെ ഒരു താഴേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല ഇടയിൽ, അത് നോർമലാണ് പറഞ്ഞു. അത് നോർമലാണ്, അതും കുഴപ്പമൊന്നുമില്ല. അതായത് ഇവരിങ്ങനെ താഴോട്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ വരുന്നതായിരിക്കാം. യൂട്രസ് ഓപ്പൺ ആവുക അങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് നോർമലാണെന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് ഈ ഒരു സംഭവം വന്നപ്പോൾ ചെറിയ ടെൻഷൻ ഗൈസ്. കാരണം ഈ ലാസ്റ്റ് ടൈം ഒരുപാടൊക്കെ തിരിയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുണ്ടാവില്ല, കാരണം നമുക്ക് നോർമൽ ആവണം എന്നുള്ളൊരിതല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും, തീർച്ചയായിട്ടും അതുണ്ടാവും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇനി വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇനിയിപ്പോൾ അവർ സ്കാനിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ടെൻഷനാണ്. അല്ല, സ്കാനിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സസൈസുകൾ വായിച്ചേക്ക് കൂടും. ചിലവിൻ്റെ മൈൻഡൊക്കെ ഇങ്ങനെയായിരിക്കും. എന്തെന്നറിയോ, അതിനിപ്പോൾ എന്തൊരു ചേച്ചിക്ക് രണ്ടാമത്തെ അല്ല, അപ്പോൾ ഫസ്റ്റത്തെ അറിയില്ലല്ലോ. പക്ഷേ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഓരോരുത്തർക്ക് ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, ഒരേ പെയിൻ ആവണമെന്നില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ അതാ ചിങ്ങുടെ കൂടെ ഫോണിൽ അമ്മ ചിങ്ങുടേക്കാൾ അമ്മ ഫോൺ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അതായത് ഇവിടുത്തെ നമുക്ക് എന്താണ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. കുഴപ്പമില്ല, നമുക്ക് പോകുമ്പോൾ കഴിക്കാം കേട്ടാ. 3 ഇഡ്ഡലി ഗൈസ്. സ്കാനിങ് എടുത്ത് വന്നൂലോ ശോകമായി. അതെ, ബ്രീച്ച് പൊസിഷനിൽ തന്നെ വന്നു, മേലോട്ട് തന്നെ വന്നു.
കാരണം ഇത്രയും ടൈം ആയതുകൊണ്ട് ഇനി തിരിയാൻ ചാൻസ് കുറവാണ് പറഞ്ഞു. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ എന്ത് പറയും, എക്സസൈസ് തരും എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഈ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആണ്. പറഞ്ഞതായിരുന്നു എന്താണ് ഫിക്സ് ആയതാണ്. കാരണം ഞാനും പിടിച്ചു നോക്കി, എനിക്കും മൂപ്പര് കാണിച്ചു തന്നാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ടാബ്ലറ്റ് തരാണ്ട്, അപ്പോൾ ടാബ്ലറ്റ് മേടിച്ചിട്ട് അതെ എനിക്ക് തിരിഞ്ഞേനല്ല ഇനി അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നല്ല ടാസ്ക്. എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് ടാബ്ലറ്റ് മേടിച്ചിട്ട് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് കാണാമല്ലോ. എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. ഗൈസ് ഫുഡ് കഴിക്കാൻ വന്നു. പക്ഷെ ഇപ്പം 3 ആളും ഇതിങ്ങനെ ആലോചിച്ചിട്ട് നടക്കുകയാണ്, തിരിയാത്തതിൻ്റെ. ചിങ്കിടോ എന്താ വിളിക്കാൻ പറയുന്നു. എന്താ ഗൈസ് സുന്ദരി, പുതിയ ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്, പുതിയ ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്. എന്നും കഴിക്കാൻ വന്നവരല്ലേ വന്നിരിക്കണേ. നമ്മള് സ്ഥിരം പ്ലേസിൽ തന്നെ. വേറെ എവിടെയും പോയി പറഞ്ഞ് സെറ്റ് ആവൂല. സത്യം, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ആയിട്ടില്ല. റൊട്ടേറ്റ് ആയത് തിരിച്ചു പോയി, അതാണ് ഒരു ചെറിയ എന്താ ടെൻഷൻ അറിയോ. 36, 37 വീക്ക് കഴിഞ്ഞു പിന്നെ ചാൻസ് കുറവായിരിക്കും. അതാണ് മെയിൻ ആയിട്ട്. ചിലതിന്റെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ആ ടൈമിൽ തിരിഞ്ഞാൽ തിരിയും. അതെ, ഓരോരുത്തരും നമ്മൾ വീഡിയോ ഇടുമ്പോൾ കമന്റ് ചെയ്യണ്ടായിരുന്നു 2 ദിവസം മുമ്പ് തിരിഞ്ഞെന്നൊക്കെ. നമുക്ക് ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ആ ഡോക്ടർ എന്താ പറയുന്നത് അറിയില്ല. എക്സസൈസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമ്പോൾ എന്തായാലും പോവാലോ കഴിച്ചിട്ട് ചിങ്ങട പോവാ. അതിനെ കാണാൻ വേണ്ടി ഹരിണി മാമിനെ കാണാൻ പോവാ. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തിയിട്ട് ഡോക്ടറിൻ്റെ അവിടെ എത്തിയിട്ടൊക്കെ ചിങ്ങടൊക്കെയാണ് പുട്ടും ഉരുട്ടിട്ട് വാ. ചിങ്ങടോ ഇങ്ങോട്ട് കൊണ്ടു. അതാ ഒരാളോട് പൊരുതി കളിയാണ്. ഇതാ അതാ പോയി. ഇവിടെ നിൽക്ക്. ഇതാ ബോള് പോയിട്ടാ. പിടിച്ചു കേട്ടാ സൗണ്ട് കേട്ടാ. സൗണ്ട് സൗണ്ട് പിന്നെ എൻ്റെ തട്ടുക. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ച് വീടെത്തിയില്ലോ. വരുന്ന വഴി ചിങ്ങടൂരിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ഒന്നുകൂടെ ടൈമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്ങടൂർ ഒരു 2 ദിവസമായിട്ട് കയ്യിലും മേലെ മൊത്തം ഒരു അലർജി പോലെ ചെറിയ കുരു പോലെ ഉണ്ട്. അപ്പോൾ നിറഞ്ഞു ഞങ്ങള് ചൊറിയാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതെ, ഇന്നലെയാണ് ചൊറിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നേരത്തെ പോകേണ്ടതും കൊണ്ട് തന്നെ പോയിട്ട് വരുമ്പോൾ അങ്ങനെ കാണിക്കാന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും വരുമ്പോൾ ഉറപ്പുണ്ടായില്ല. പക്ഷെ കറക്റ്റ് ആ ഒരു ടൈമിന് ഞങ്ങൾ ഇവിടെ എത്തി, ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിൻ്റെ അലർജി തന്നെയാണ്, പക്ഷെ എന്തിൻ്റെ ആണെന്നുള്ളത് അറിയില്ല. ചിങ്ങടൂരിനെ ഭാവിച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ടിൽ മേലെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആണോന്നും അറിയില്ല. അത് ചിങ്ങടൂരിന് നോർമൽ എണ്ണയൊന്നും അങ്ങനെ തേച്ച് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തോന്നുന്നു അതന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത കാര്യം. വേറെ ഒന്നും പിന്നെ എക്സ്ട്രാ ചിങ്ങടൂരൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിങ്ങടൂരിനെയും കൊണ്ട് കാണിക്കണം. അത് മാത്രമല്ല കേട്ടോ, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൾ അതിന്റെ ഫ്രണ്ട് കണ്ട കാര്യം എന്താണെന്ന് അറിയുന്നത്, നല്ല മൂഡിൽ പോയിട്ട് നല്ല മൂഡിൽ വന്നു. ആ ഡോക്ടറിനെ അന്തം വിട്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് ഇല്ല, കോമ്പൗണ്ട് കടന്നു തുടങ്ങുന്ന കരച്ചിൽ തുടങ്ങും. പിന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റില്ല. ഡോക്ടർ പുറത്ത് വന്നിട്ട് നോക്കുക അല്ലേ. ഇപ്രാവശ്യം വന്നിട്ട് ഉള്ളിൽ പോയിട്ട് മിണ്ടാതെ ഒന്നുമില്ല, സംസാരം ഒന്നുമില്ല. ഡോക്ടറിന് എന്ത് പറ്റിയോണ്ട് ചോദിക്കുന്നത്. നേഴ്സുമാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. കാരണം ഡോക്ടർ പുറത്ത് വന്നിട്ടല്ലേ നോക്കുക. ആദ്യമായിട്ട് ചിങ്ങട് ഉള്ളിൽ കയറിയിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കരയാതായപ്പോൾ എന്തോ ഒരു ഇത് ചിങ്ങടും ബെറ്ററായി വരുന്നു വിചാരിക്കുന്നു. ക്രീം മേടിക്കാൻ നിന്നതാ തോന്നുന്നു. ഡോക്ടറൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഒന്നും ആളുടെ റിയാക്ഷൻ ഒന്നുമില്ല, മിണ്ടാതിരിഞ്ഞ് കരഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് തേച്ചിട്ട് എന്താണ് അവസ്ഥ നോക്കുക. കാരണം മെയിൻ അത് പൊന്തി നിൽക്കുന്നത് മാത്രമല്ല, ആൾക്ക് നല്ല ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അവൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ വാവിച്ചിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ബ്രീച്ച് പൊസിഷൻ, അതെ തിരിച്ച് ബ്രീച്ചിൽ തന്നെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക
ഭയങ്കര ഇതായി. കാരണം നമ്മൾ ഫിക്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഇരുന്നാണല്ലോ. ഹാപ്പി ആയിട്ട് ഇരുന്നാണ്. കാരണം റൊട്ടേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ പോലെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ലേ അതെ. പിന്നെ ഇങ്ങനെ ഓരോ എക്സസൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഓക്കെ ആയി എന്ന് പറഞ്ഞപ്പോ ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിന്നെയും തിരിച്ചതേപോലെ ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയി നോർമലി ചെക്കപ്പ് പോലെ ചെയ്തിട്ട് വരുമെന്ന് വിചാരിച്ച് പോയിട്ട് ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡൗട്ട്. ബ്ലീഡിങ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ് നമുക്ക് അതിന്റെ പിറ്റത്തെ ആഴ്ച നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണല്ലോ നമ്മളിപ്പോ പോയത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പറയുമോന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോ ഇതായി. പക്ഷെ അതിന് നോർമലാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സംഭവം വന്നതുകൊണ്ട് നമുക്ക് ഇതാണല്ലോ മെയിൻ. കാരണം തിരിഞ്ഞു വരാതിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ. ഫിക്സ് ആയ ആള് പിന്നെയും തിരിഞ്ഞു പോയി ഗൈസ്. പക്ഷെ ഡോക്ടർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഡോക്ടറും കാണാൻ പോയില്ലേ. അപ്പോൾ ആള് പറഞ്ഞത് സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കുറച്ച് മസിൽസൊക്കെ ലൂസായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആൾ റൊട്ടേറ്റ് ആയിരിക്കുന്നത്. ഇത് ഹെഡ് ഇപ്പം താഴെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിയുന്ന പറഞ്ഞ് എന്താണ് ഭാവിച്ചിക്ക് ഫുൾ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ നമുക്ക് തന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രമല്ലേ. അതെ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എക്സസൈസ് ചെയ്യുന്നതല്ല, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഭാവിച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നല്ല ടയേർഡാവും. നോർമലി എന്തെങ്കിലും ചെയ്യണ പോലെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ശരീരമൊന്നും ഇതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിച്ചിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഭാവിച്ച് ചെയ്യില്ലോ. ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ല. തിരിച്ചെടുക്കണ്ടേ. അപ്പോൾ എന്തായാലും നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡിനെ പോകാൻ വേണമെങ്കിൽ 1 വീക്കില് മാത്രമല്ല എന്താണ് ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഈ പ്രഗ്നൻസിയിലാണ്. എന്താണെന്ന് അറിയില്ല, മിണ്ടാതിരിക്കുക. അതൊരു ശരിയാണ്. പക്ഷെ റെസ്റ്റ് അല്ല കേട്ടോ ഗൈസ്. അതായത് ഇങ്ങനെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. അതായത് വാവച്ചിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ട് ഉള്ള റെസ്റ്റ് അല്ല. അതായത് മെയിനായിട്ട് നമുക്ക് കുട്ടി തിരിഞ്ഞു വരണം. അപ്പോൾ എക്സസൈസ് കൊടുത്തത് കൊണ്ട് തന്നെ നടന്ന് ഡാൻസ് കളിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നതിന് ഒരു ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭവിഷ്യത്ത് വേറെ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഡാൻസും കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഫുൾ റെസ്റ്റ് ആണ് ഗൈസ്. അപ്പം എന്തായാലും നോക്കാം. ഇനി ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 2-ാം തീയതി പോകാൻ പറഞ്ഞു. അപ്പോൾ പോയിട്ട് ഇനി റൊട്ടേറ്റ് ആയി വന്നോ എന്താണെന്നുള്ളത് അപ്പം നോക്കാം. ഡോക്ടർ പറഞ്ഞത് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ് തിരിഞ്ഞു വരും, പേടിക്കൊന്നും വേണ്ട. ഈ ഒരു ടൈമിൽ ആൾക്ക് റൊട്ടേറ്റ് ആവും. കുറെ പേര് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ആ ടൈമിലായിരിക്കും ഡെലിവറിന് മുന്നേ 2 ദിവസം മുന്നേക്കായും ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ നമ്മളുടെ ഇതിൽ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഡോക്ടറും പറഞ്ഞത്. തിരിഞ്ഞു വരും. അതായത് താഴെയുള്ള ആൾക്ക് മേലെ പോകാന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പോണ പൊട്ടാ ഗൈസ്. അപ്പോൾ എന്തായാലും എന്താണ് ചിങ്കിടുവിനെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കിയതാണ് കേട്ടോ. ചിങ്കിടുവിൻ്റെ വണ്ടിയിൽ ചിങ്കിട് പാട്ട് വെച്ചിട്ട് ഇവിടെ കളിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് അമ്മ ചിങ്കിടിൻ്റെ അടുത്ത് പുറത്ത് വയ്ക്കുന്ന അമ്മയുണ്ട്. നല്ല ഇൻട്രസ്റ്റ് ആണ് കോയമ്പത്തൂർ. ഇന്നലെ ഞങ്ങൾ രാത്രി പറഞ്ഞപ്പോൾ ആള് ഭയങ്കര എന്താ പറയുക, മൂപ്പർക്ക് ഹരിണി മേമിനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് ആളുടെ ഒപ്പം കുറേ നേരം കളിച്ചു അല്ലേ. കുറേ നേരം കളിച്ചു. നാളെ വരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് തിരിഞ്ഞു വന്നോ ഇല്ലേന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇല്ലേ, ഇന്നാണ് തോന്നുന്നു റൊട്ടേറ്റ് ആയിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ചിലേക്ക് വന്നിരിക്കുന്നത്. കിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരോ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഇത്രയും ദിവസം എനിക്ക് സൈഡും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഫുള്ളും മേലെയായിരുന്നു കിക്കിങ്. അപ്പോൾ പക്ഷെ ഞാൻ അതൊന്നും വിചാരിച്ചില്ല. അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ അതായത് ഹെഡ് ഫിക്സ് ആയിന്ന് പറഞ്ഞില്ല. അപ്പം മുതൽ വാവച്ചിക്ക് മേലെ അധികം വന്നിട്ടില്ല. പക്ഷെ ഇന്നാണ് റൊട്ടേറ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ മുതലാണ് മേലെ കിക്കിങ് വന്നത്. അതായത് ഇന്നാണ് തോന്നുന്നു തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചാളിനെ എടുക്കണം. കാരണം നമുക്ക് നോർമൽ ആയേ പറ്റൂലോ. അതെ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. കൂടുതൽ വേവിക്കും എന്താണ് അമ്മയ്ക്കൊക്കെ ആഗ്രഹം നോർമൽ. വാവച്ചിക്ക് നോർമലിനോട് പേടിയായിട്ടാണ് ഗൈസ്. അത് നോർമലായി എൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് പറയാനേ പറ്റുള്ളൂ. ദേവ് നോർമൽ പേടിയായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ വാവേ. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.